ഹായ് ഗേഴ്സ്, നിങ്ങൾ എല്ലാവരും സീസണിലെ ടാറ്റ IPL കാണുന്നുണ്ടെങ്കിലോ. ഇന്ന് ഞാൻ നിൽക്കുന്നത് മാച്ച് നമ്പർ 56 MI vs GT. വെങ്കടയിലെ പിച്ചിൽ ചേസിംഗ് ആണ് ഗുണമെങ്കിലും ഇന്നത്തെ വെതർ റിപ്പോർട്ടിൽ മഴയ്ക്ക് 6% സാധ്യത. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു ഹൈ സ്കോറിംഗ് ഗെയിമാണിത്. ഉണ്ട് ഈ മത്സരത്തിലേക്ക് ഞാൻ ഡ്രീം 11 പ്രഡിക്ഷൻ എടുത്തു പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താം. ജോസ് ബട്ട്ലർ ഒരു ഉജ്ജ്വല ബാറ്റിങ്ങിനായി വീണ്ടും മുംബൈക്കെതിരെ ഇറങ്ങുമ്പോൾ ആർക്കായിരിക്കും വിജയം? ഗുജറാത്തിനോ മുംബൈക്കോ? ഗുജറാത്തിന് ഹെഡ് ടു ഹെഡിൽ 4 ജയങ്ങളാണുള്ളത്, മുംബൈക്ക് വെറും 2. ഇപ്പോൾ മുംബൈ ഇന്ന് 3ാം ജയം നേടി ഇറങ്ങുമ്പോൾ ഒരു ഹ്യൂജ് ത്രില്ലർ മാച്ച് തന്നെ കണ്ടിരിക്കും. അപ്പോൾ ആർക്കായിരിക്കും സാധ്യത എന്ന് ചോദിച്ചാൽ മുംബൈക്ക് 50 ഉള്ളൂ. ഗുജറാത്തിന് 100% സാധ്യത ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുജറാത്തായിരിക്കും ജയിക്കുക എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഡ്രീം 11 പ്രഡിക്ഷനിലേക്ക് ഞാൻ അതാ എത്തുകയാണ്. നമുക്ക് ഡ്രീം 11 പ്രഡിക്ഷനിൽ ക്യാപ്റ്റനാക്കാൻ പറ്റുന്ന പ്ലെയറാണ് സായ് സുദർശൻ, വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ എന്നിവരായിരിക്കും. ടീമിൽ സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മയും റിയാൻ റിംഗിൾട്ടണും, ജോസ് ബട്ട്ലറും ശുഭ്മാൻ ഗില്ലും, പ്രസിദ്ധ് കൃഷ്ണ ടീമിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയും കൊണ്ടാണ് മുഹമ്മദ് സിരാജും. കഗീസോ റബാഡ ഇന്ന് ഇറങ്ങുമെന്ന് ഒരു സംശയം ഇല്ലാതെ ഇറങ്ങുമായിരിക്കും എന്നൊരു സംശയം ഉണ്ട്. ഇറങ്ങേണ്ടതാണ്, ഇറങ്ങാൻ സാധിക്കും അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ആയി പ്രഡിക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലേയിങ് ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി 133 റൺസ് അടിച്ചപ്പോൾ ഹൈദരാബാദിന് സിമ്പിളായി ഒരു 15 ഓവറിനകം കളി തീർക്കാമായിരുന്നെങ്കിലും മഴ കാരണം അവർക്കത് സഹിച്ചില്ലാത്ത രീതിയിൽ 2 പേർക്കും ഓരോ പോയിന്റ് വീതം ഷെയർ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇന്ന് ആ രീതിയിൽ കളി നടക്കില്ലെന്ന് ഉറപ്പിക്കാം. 6% അവിടെ മഴ സാധ്യതയുള്ളത്. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആദ്യമേ GTയുടെ പ്രിഡിക്റ്റഡ് പ്ലേയിങ് ഞാനത് എടുത്തു പറയുന്നു. ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, ഷഫർ റുത്തഫോ, രാഹുൽ തവാത്തിയ, ഷാരൂഖ് ഖാൻ, റാഷിദ് ഖാൻ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിരാജ്, ഇഷാന്ത് ശർമ്മ ഇമ്പാക്റ്റ് ആയിരിക്കും. ഗറോൾട്ട് കോട്ടസോ ഇഷാന്ത് ശർമ്മ ഇമ്പാക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ടോസ് കിട്ടുന്ന ടീം ബൗളിംഗ് ആണ് ചെയ്യുക എന്നൊരു സംശയമില്ലാതില്ല. പക്ഷേ ആർക്കാണ് വിജയം എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു ഹൈ സ്കോറിംഗ് മാച്ചാണിത്. മുംബൈ ഇന്ത്യൻസ് വെങ്കടയിലെത്തുമ്പോൾ രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യയും സംഘവും വീണ്ടും അടുത്ത ജയത്തിനായാണ് വിടുന്നത്. അതുപോലെ തന്നെ സട്ടേഷൻസിൻ്റെ വിജയം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കണ്ടറിയണം ആർക്കാണ് വിജയ സാധ്യത കൂടുതലെന്ന്. ഈ മാച്ച് രുചി മത്സരമായിട്ട് നമുക്ക് കാത്തിരിക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് ഞാൻ മുംബൈയുടെ പ്രഡിക്റ്റഡ് പ്ലേയിലേക്ക് എത്തുകയാണ്. മുംബൈ ഇന്ത്യൻസിൽ ഉറപ്പായും ഉണ്ടാകുന്ന കുറച്ച് രോഹിത് ശർമ്മയും റിയാൻ റിംഗിൾട്ടണും, സൂര്യകുമാർ യാദവും, തിലക് വർമ്മയും, വിൽ ജാക്സൺ, ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ ഹാർദിക്കിന് ശേഷം കോർബിൻ ബോഷക്കും, അതുപോലെ അതിനുശേഷം ദീപക് ചഹാറും, ജസ്പ്രീത് ബുംറയും, അതിനുശേഷം ട്രെന്റ് ബോൾട്ടും, പിന്നീട് വിഘ്നേഷ് പുത്തൂറോ, സത്യനാരായണ രാജു ആയിരിക്കും ഇന്ന് സ്പിന്നർ ആയി ഉണ്ടാവുക. എന്തായാലും മുംബൈയുടെ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസിൽ രോഹിത് ശർമ്മയ്ക്ക് തന്നെയാണ് സാധ്യത. അതുകൊണ്ട് നമുക്ക് കണ്ടറിയണം ആര് ജയിക്കുമെന്ന്. Let's wait and see. And this is a huge game. Both teams 2 പേർക്കും ഇപ്പോൾ 14 പോയിന്റ് വീതമുണ്ട്. ജയിക്കുന്നവർ പ്ലേ ഓഫ് നിലനിർത്തും. തോക്കുന്നവർക്ക് വീണ്ടും കളികളുണ്ടെങ്കിലും അവർക്ക് നിലനിർത്താൻ സാധിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് Citizens live from Venkade Stadium. And thank you and
പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.